എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പടം. ഇല്ല, 1.25 മണിക്കൂറേ ഉള്ളൂ. നല്ല പടം തന്നെ, കണ്ടിരിക്കാൻ പറ്റും. ഇല്ല, ലാഗൊന്നും വരും. കൊള്ളാം. ആനിമേഷൻ മറ്റേ പഴയനെ കണ്ടും കൊള്ളാം. നന്നായിട്ടുണ്ടായിരുന്നു. കാണാൻ നേരത്തെ ഭയങ്കര സന്തോഷമുണ്ട്. പടം നല്ല പടം ബ്രോ. മാപ്പ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആനിമേഷനൊക്കെ നല്ല ആനിമേഷനായിരുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. പടം അനിമേഷൻ വൈസ് നല്ലതാണ് പടം. കൊള്ളാം, എനിക്ക് നന്നായിട്ട് തോന്നി. അത്ര ഗൂസ് ബംപ് സീൻസ് ഒന്നുമില്ല, എന്നാലും ഓക്കെ. അത്ര അനിമേ ഫാൻ ഐ ലൈക്ക് ഇറ്റ്. ഡീമോൺ സ്ലെയറിൻ്റെ അത്ര ഇല്ലെങ്കിലും ആക്ച്വലി ഗുഡ്. നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ഇഷ്ടപ്പെട്ടോ? അടിപൊളി അടിപൊളിയാ. അത് നല്ല അഡാപ്റ്റേഷൻ ഒക്കെ ആയിരുന്നു. മാങ്ക പോലെ തന്നെ നല്ല പടമാണ്. ആനിമേഷൻ ആനിമേ എങ്ങനെ ഉണ്ടായിരുന്നു? ആനിമ കൊള്ളായിരുന്നു. അതിൻ്റെ സ്റ്റോറി, ആ മാങ്കിൽ പറയുന്ന ആ ക്യാരക്ടേഴ്സ് എല്ലാം അതേപോലെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റോറി, പിന്നെ മ്യൂസിക് വളരെ സൂപ്പറായിരുന്നു. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ ജെയിൻ ഡോ എന്ന സോങ് ഇപ്പോൾ ലാസ്റ്റ് അവർ ക്ലൈമാക്സിൽ ഇറക്കിയായിരുന്നു. പിന്നെ നമുക്ക് ആനിമി കാണുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. താങ്ക് യു. ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ഫിൽം മ്യൂസിക്കാണ്. ഇതെന്ന് പറയുന്നത് സ്റ്റോറിയെ ഫോക്കസ് ചെയ്ത് ഇറക്കുന്ന ഒരു സിനിമയാണ്. താങ്ക് യു. സിനിമ സൂപ്പറായിരുന്നു ബ്രോ. എന്ത് പറയാനാ, നമ്മൾ വിചാരിച്ചത് കണ്ടത് ഫുള്ളും ഉണ്ടായിരുന്നു. അതിനകത്ത് എക്സെപ്റ്റേഷൻ ഫുള്ളും ഇതായിരുന്നു. വളരെ പൊളിയായിരുന്നു. ഇപ്പം നിങ്ങളൊരു ആനിമി ഫാൻ, ചെയിൻസോ മാൻ്റെ ഫാൻ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് ചെയിൻസോ മാൻ്റെ മൂവി. പിന്നെ അതിൽ പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗൂസ് ബംപ്സ് തന്നെ ഉള്ള സീൻസൊക്കെ ഉണ്ട്. കാരണം ഡെഞ്ചിയെ കൊണ്ട് എത്ര ലെവലിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നിങ്ങളൊരു മംഗ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ മംഗയ്ക്കകത്ത് ഡെഞ്ചി എത്ര പവർഫുള്ളാണെന്ന് നമുക്കറിയാൻ പറ്റും. അതേ ആ ഒരു ലെവലെത്തിയില്ലെങ്കിലും ഡെഞ്ചിയെ കൊണ്ട് എത്ര ലെവലിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തിയേറ്ററിൽ കാണാനുള്ളതാണ്. തിരികെ കാണാനുള്ളതാണ്. ഓഡിയോ വണ്ടി കണ്ടപ്പോൾ ബെസ്റ്റ് ആയിരുന്നു. ഓഡിയോ എക്സ്പീരിയൻസ് ഒക്കെ വേറെ ലെവൽ. ഓരോ ലെവലായാലും വിഷ്വൽസ് ആയാലും ഒന്നും പറയല്ല. കണ്ടിരിക്കാം. ഞാൻ ഒരു 10-ഒരു 8.5 ഒക്കെ കൊടുക്കും. ആനിമേഷൻ നല്ല ഇതായിരുന്നു. മ്യൂസിക്കും ചോയ്സ് സൗണ്ട് ട്രാക്ക് എല്ലാം എടുത്തിരിക്കുന്നതും കറക്റ്റായിരുന്നു. ചില സ്ഥലത്ത് സൈലൻറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇമോഷണൽ മൊമെൻറ്റ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി മ്യൂസിക് എല്ലാം ബാക്ക്ഗ്രൗണ്ട് നിർത്തി വെച്ചത്, അതും കൊള്ളായിരുന്നു. ഓഡിയോ കാണാൻ തന്നെ നല്ലത്. ലൈക്ക് സൗണ്ട്, ഇതിൽ സൗണ്ട് അത്യാവശ്യമായിട്ട് മ്യൂസിക്കും സ്കോറെല്ലാം നല്ലപോലെ കേൾക്കേണ്ടതാണ്. അപ്പോൾ അത് ഓഡിയോ കണ്ടത് നല്ലതായി. ലൈക്ക് പിന്നെ റേസുമായിട്ടുള്ള സീനൊക്കെ നന്നായിരുന്നു. പിന്നെ ഫാൻസിന് നല്ലൊരു കൂട്ടായിരിക്കും. നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട പടത്തിൽ സ്റ്റോറി, ഡെഞ്ചിയുടെ ക്യാരക്ടർ, ആ ഗേള് അവന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എല്ലാം നൈസായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഒരു തിയേറ്റർ ആനിമേഷൻ എല്ലാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? ആണ് ഓബിയസ്ലി നല്ല തിയേറ്റർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ്